ഹായ്, ഞാൻ സുധർമ്മ. ഇന്നത്തെ കോരിച്ചൊരിയുന്ന മഴയത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഒന്ന് പുസ്തകം വായിക്കാമെന്ന് തീരുമാനിച്ചു. എൻ്റെ കയ്യിൽ കിട്ടിയത് കലിയൻ എന്ന പുസ്തകം, പുരുഷോത്തമൻ എഴുതിയ കലിയൻ എന്ന പുസ്തകമാണ്. ഇതിൻ്റെ ആസ്വാദനം എഴുതിയിരിക്കുന്നത് പരിമളയാണ്. അവതാരിക എഴുതിയിരിക്കുന്നത് സുരേഷ് ബാബു വിളയിലാണ്. കലിയൻ എന്ന പദം കേട്ടപ്പോൾ വല്ലാതെ ആകർഷിച്ചു. കാരണം ഈ കർക്കിടക മാസത്തിൽ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ പണ്ടുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു കർക്കിടകം 1 കലിയന് കൊടുക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ഈ കലിയൻ വൈകുന്നേരം കർക്കിടകം 1 സംക്രമ ദിവസം ഈ പല കാളയുടെ രൂപം സദ്യ ഉണ്ടാക്കി, പല ഈ ആലയുടെ രൂപമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. പ്രായമായതിന് ശേഷവും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോട്ടെ ഒരു കളിയായിട്ട്. എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളൊക്കെ നേരത്തെ വിടുമായിരുന്നു. അതായത് അപ്പോൾ എന്തിനാണ് വിട്ടതെന്ന് ചോദിച്ചാൽ വീട്ടിൽ വന്നാൽ പറയും ഇന്ന് കലിയന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വിട്ടത്. അങ്ങനെ സന്തോഷകരമായിട്ട് കുട്ടികളൊക്കെ ആഘോഷിച്ചിരുന്നതാണ് ഈ കലിയന് കൊടുക്കൽ എന്നുള്ള ഒരാചാരം. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ അതിനെക്കുറിച്ച് തന്നെയാണ്, ആ കർക്കിടകം 1 കൊടുക്കുന്ന കലിയൻ എന്ന ആ ആചാരത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പം അന്ന് കാളകളെക്കുറിച്ചും അന്ന് കാളയെ ഉണ്ടാക്കുക, പ്ലാവിലെ കൊണ്ട് കാളയെ ഉണ്ടാക്കുക, വാഴയുടെ അണര് വെട്ടിയിട്ട് പല തൊഴുത്തുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചറിയാത്തൊരു കാര്യം, അന്നൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ കാളയെ എന്തിനാണ് സദ്യ ഉണ്ടാക്കുന്നു പോട്ടെ, ഒരു നല്ല ദിവസം സദ്യ ഉണ്ടാക്കി കലിയൻ എന്നുള്ള സങ്കല്പത്തിന് കൊടുക്കുന്നു, പക്ഷെ എന്തിന് കാളയെ ഉണ്ടാക്കുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ നോവലിൽ ആദ്യത്തെ പേജിൽ, ആദ്യത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഐശ്വര്യം വരാൻ വേണ്ടി, ഐശ്വര്യം എന്തൊക്കെ ഐശ്വര്യമാണോ നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ കലിയന് വേണ്ടി സമർപ്പിക്കുന്നതെന്നാണ്. അന്ന് പണ്ട് ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിരുന്നു തൊഴുത്തിൽ പശു, അല്ലേ, അതേപോലെ നെല്ല്, പത്തായത്തിൽ മുഴുവൻ നെല്ല്. ഇപ്പോൾ പത്തായത്തിൽ മുഴുവൻ നെല്ലുണ്ടാവാനും തേങ്ങ നിറയാനും അടയ്ക്ക ഉണ്ടാവാനും അതേപോലെ കാളയും പശുവും ഒക്കെ ആലയിൽ നിറയാനും ഈ ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണ് കലിയൻ എന്നുള്ള സങ്കല്പം. അപ്പോൾ ഈ സങ്കല്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായത് എന്ന് ഈ നോവലിൽ മുത്തശ്ശി പറയുന്നുണ്ട്. പണ്ട് കാലത്ത് വളരെ കഷ്ടപ്പാട്, ഈ ദാരിദ്ര്യം പിടിച്ച കാലത്ത് പ്രാർത്ഥന, നമ്മൾ നല്ല കാലം ഉണ്ടാവാൻ വേണ്ടി ഈ കഷ്ടപ്പാട്, ഈ ദുരിതം മാറാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ നല്ല കാലത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ കലിയൻ എന്നുള്ള സങ്കല്പം വെച്ചത് എന്നാണ്. അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു ഈ മുത്തശ്ശിയിലൂടെ എനിക്ക് കിട്ടിയത്. പോകെ പോകെ ഇദ്ദേഹത്തിൻ്റെ നോവൽ നമ്മൾ വായിക്കുന്നവനെ പിടിച്ചിരുത്തുക തന്നെ ചെയ്യുന്നുണ്ട്. അതായത് തങ്കം എന്ന കഥാപാത്രത്തിലൂടെ ആണ് പിന്നീട് നമ്മുടെ ഈ നോവൽ പോകുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ലക്ഷ്മി ടീച്ചർ. എനിക്ക് പരിചയമുള്ള ലക്ഷ്മി ടീച്ചറുടെ മുഖമാണ് ഞാൻ ഇതിലൂടെ കണ്ടത്. ഞാൻ ഈ നോവൽ വായിച്ചതിന് ശേഷം ഞാൻ ആലോചിച്ചത്, ഈ തങ്കം കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ആ ലക്ഷ്മി ടീച്ചറെ കണ്ടിരുന്നെങ്കിൽ എന്നാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ പുരുഷോത്തമൻ എടക്കാടിൻ്റെ നോവലുകൾ, അദ്ദേഹത്തെ കൃതികളിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ ശാക്തീകരണ തന്ത്രമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ വളരെ മനോഹരമായിട്ട് വിളയിൽ എന്ന പ്രദേശത്തിൻ്റെ ചരിത്രവും വളരെ മനോഹരമായ ആ ഒരു പശ്ചാത്തലവും ഇത്രയും ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് ഞാൻ അറിയുന്നത് ഈ ഗ്രാമം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു മറ്റൊരു ഗ്രാമമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. ഞാൻ ഒരു 33 കൊല്ലം അവിടെ ജോലി ചെയ്ത ആളാണ്, ആ ഗ്രാമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും മനോഹരമാണ് ആ ഗ്രാമം എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് തിരിച്ചറിയുന്നത്. അതിന് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. ഈ നോവൽ പോകുന്നത് ഈ ഗതി പിടിക്കാത്ത കർക്കിടക മാസത്തിൻ്റെ
ആ മഴയും കാറ്റും ഇതിനെയൊക്കെ കൊണ്ടാണ് പോകുന്നതെങ്കിലും പിന്നീട് തനി നാട്ടിൻ പുറത്തെ നിഷ്കളങ്കമായ സൗഹൃദത്തെക്കുറിച്ച്, ആ സൗഹൃദത്തെക്കുറിച്ചും ആർക്കും പറ്റിക്കാവുന്ന നിഷ്കളങ്കരായ വ്യക്തികളുടെ മതബോധത്തെയും ഇതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഈ സ്ത്രീകളെ വെച്ചുകൊണ്ട് നമ്മൾ പല ആൾ ദൈവങ്ങളെയൊക്കെ കാണുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ഒരു വേദനയെ, കഷ്ടപ്പാട് തുറന്നു പറയാൻ കഴിയാത്ത ആ തങ്കം എന്ന വ്യക്തി നേരിട്ട ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി തങ്കത്തിന് ആരോടും പറയാൻ കഴിയുന്നില്ല. ആരോടെങ്കിലും പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിനെ ഒരു ആൾ ദൈവമായി മാറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിലൂടെ ഇന്ന് നമ്മൾ ഡോക്ടറെ പോയി കാണുകയാണ് ചെയ്യുക. അതിനുള്ള പരിഹാരമാണ് കാണുന്നത്. ഇന്ന് കുറച്ച് എന്നേ പറയാൻ പറ്റൂ, വളരെ കുറച്ച് മാത്രമാണ് ആളുകളിൽ ഒരു വ്യക്തിക്ക് മനസ്സിൻ്റെ താളം തെറ്റുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതിന് പരിഹാരം എന്താണ് എന്നുള്ള ഒരു ചെറിയ ശതമാനം ഇപ്പോഴും ചിന്തിക്കുന്നുള്ളൂ. ഒരു വലിയ ശതമാനം ഇപ്പോഴും മറ്റു പല കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടിരിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഈ നോവൽ അവസാനിക്കുമ്പോൾ സസ്പെൻസോട് കൂടിയിട്ട് ഈ നോവൽ അവസാനിക്കുന്നു. വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ ഇത് വായിച്ച് അവസാനിപ്പിച്ചപ്പോഴാണ് എൻ്റെ ഉള്ളിലെ സൈക്കോളജിസ്റ്റ് ഉണർന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ലക്ഷ്മി ടീച്ചർ കുറച്ച് മുന്നേ ഈ തങ്കത്തെ കണ്ടിരുന്നെങ്കിൽ, അമ്മയെപ്പോലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സമയത്ത്, ആ സമയമായപ്പോഴേക്കും സമയം വൈകിയിരിക്കുന്നു, തുറന്നു പറയാൻ സമയം വൈകിയിരിക്കുന്നു എന്ന് തങ്കത്തിന് തോന്നി.